ക്രിസ്തുവർഷം 56-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമാസ് ലീഹ മാലങ്കരയിൽ കപ്പലിറങ്ങിയതെന്ന് ഐതിഹ്യം ഘോഷിക്കുന്നു. പറവൂർ പട്ടണത്തിന് വടക്കുഭാഗത്തും കൊടുങ്ങല്ലൂർ അഴിക്ക് തെക്കുഭാഗത്തുമായി ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. മാലങ്കരയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയൊരു ഗ്രാമമാണ് ചെട്ടിക്കാട്. സഞ്ചാരയോഗ്യമല്ലാത്ത കുറേ ഇടുങ്ങിയ റോഡുകളും തോടുകളും കുടിക്കാൻ ശുദ്ധജലം കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അവികസിതമായൊരു പ്രദേശമായിരുന്നു ചെട്ടിക്കാട്. സമ്പന്നതയുടെ ധാരാളിത്തം ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ പേരും സാധാരണക്കാരായിരുന്നു. പണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ആകെയുണ്ടായിരുന്ന ആശാകേന്ദ്രം ഒരു കപ്പേളയായിരുന്നു. അതും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ചെറിയൊരു കപ്പേള. പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പള്ളിയായിരുന്നു തദ്ദേശീയരുടെ ഇടവക. ഞായറാഴ്ച കുർബാന മുടക്കരുതല്ലോ. ചെട്ടിക്കാട് നിവാസികൾ അന്ന് കടത്ത് കടന്ന് പള്ളിയിലെത്തിയിരുന്നത് എത്രമാത്രം ത്യാഗം സഹിച്ചായിരുന്നുവെന്നോ. ഒരു ദേവാലയത്തിൻ്റെ ആവശ്യകത എന്തെന്ന് അക്കാലങ്ങളിൽ ഈ പ്രദേശത്തിലുള്ളവർക്ക് ബോധ്യമായി. നമുക്കൊരു ദേവാലയം കൂടിയേ തീരൂ. ഈ കാര്യത്തിന് മുൻകൈയെടുത്തത് ഈ നാട്ടിലെ ചില പൗരമുഖ്യർ. ഇവർ ഇന്നും ഏവരുടെയും സ്മരണമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വരാപ്പുഴ മെത്രാപ്പോലിത്ത അരമനയിൽ ഇവർ എത്രയോ പ്രാവശ്യം നിവേദനവുമായി ഇറങ്ങിയിരിക്കുന്നു. ഈ ത്യാഗമൂർത്തികളുടെ അക്ഷീണ പരിശ്രമങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹം. അന്നത്തെ പള്ളിപ്പുറം വികാരിയായിരുന്നത് മോൺസിഞ്ഞോർ അഗസ്റ്റിൻ നെടുന്തലം അച്ഛനായിരുന്നു. ചെട്ടിക്കാട് നിവാസികളുടെ കാര്യസാധ്യതയ്ക്ക് പിന്നിൽ മോൺസിഞ്ഞോർ അച്ഛൻ്റെ സ്വാധീനവും ഉണ്ടായിരുന്നുവെന്നുള്ളത് തീർച്ച. പിന്നീട് ദ്രുതഗതിയിലായിരുന്നു കാര്യങ്ങളുടെ നീക്കം. പള്ളിയുടെ പ്ലാൻ വരച്ചതും പള്ളിയുടെ മേൽനോട്ടം ഏൽപ്പിച്ചതും ചേരാനല്ലൂരുള്ള പേറു മേസ്തിരിയെയാണ്. ബഹു ജോർജ് വിളിമ്പറമ്പിലച്ഛൻ്റെ വന്യപിതാവാണ് ഇദ്ദേഹം. ദേവാലയ നിർമ്മാണത്തിന് സാമ്പത്തികമായി സഹായിച്ച എത്രയോ പ്രമുഖ വ്യക്തികൾ സാധാരണക്കാർ പോലും അവരിലാകാവുന്ന വിധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. 1954 ജൂൺ 13 ചെട്ടിക്കാട് ക്രൈസ്തവരുടെ സ്വപ്നം ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. വരാപ്പുഴ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി തിരുമേനി പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നു. ദേവാലയം സ്ഥാപിതമായെങ്കിലും കാര്യമായ വികസനങ്ങളൊന്നും ചെട്ടിക്കാടിനുണ്ടായിരുന്നില്ല. 1972 മെയ് 22-ാം തീയതി പള്ളിപ്പുറം പള്ളിയിലെ കൊച്ചച്ഛനായിരുന്ന ബഹു ഡൊമിനിക് ചിറയത്തച്ഛൻ ചെട്ടിക്കാട് പള്ളിയുടെ വികാരിയായി ചാർജെടുക്കുന്നു. പള്ളിപ്പുറം പള്ളി വികാരിയായിരുന്ന ഫ്രാൻസിസ് കുറ്റിക്കലച്ഛന് സഹവികാരിയായ ചിറയത്തച്ഛനെ സ്ഥലം മാറ്റുന്നതിൽ വിഷമമുണ്ടായിരുന്നു. സമർത്ഥനായ ഒരു കൊച്ചച്ഛനെ പറഞ്ഞുവിടുന്നതിലുള്ള ദുഃഖം. മറ്റൊന്ന് ചെട്ടിക്കാട് പ്രദേശത്തിൻ്റെ ശോചനീയാവസ്ഥ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ നിയോഗമായിരിക്കാം ഈ സ്ഥാനലബ്ധി. പുണ്യവാനിൽ സ്വയം സമർപ്പിച്ച് ഡൊമിനിക് ചിറയത്തച്ഛൻ ചെട്ടിക്കാട്ടിലെത്തി. ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ നവോന്മേഷം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു പ്രത്യേകത ചിറയത്തച്ഛനെ കാണാൻ കഴിഞ്ഞു. കുറേ ഭക്തജനങ്ങൾ ദേവാലയത്തിൽ ഒത്തുകൂടുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന പ്രാർത്ഥനയിൽ ഇവർ പങ്കെടുക്കുന്നു. നൊവേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കുറുപ്പശ്ശേരി ഐപ്പ് മകൾ ലില്ലിയാണ്. നൊവേനയെക്കുറിച്ച് പല കാര്യങ്ങളും അച്ഛന് അറിയാൻ കഴിഞ്ഞു. ഈ ഇടവകയിലെ പല അമ്മമാരും വിശുദ്ധനോട് ഭക്തിയുള്ളവരായിരുന്നുവെന്ന്. അവരുടെ മുട്ടിപ്പായുള്ള പ്രാർത്ഥന വഴി പല ഉദ്ദിഷ്ടകാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടത്രേ. വിശുദ്ധ അന്തോണീസിൻ്റെ ചൈതന്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ചില സംഭവങ്ങളിലൂടെ അച്ഛനും അറിയാൻ കഴിഞ്ഞു. അപ്രതീക്ഷിതമായി ദേവാലയത്തിൽ തനിയെ തെളിയുന്ന വിളക്കുകൾ, ദേവാലയവാതിൽ അടയ്ക്കാതെയോ മറ്റെന്തെങ്കിലും അശ്രദ്ധയോ കപ്പ്യാരി കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് വരുന്ന ചില അപരിചിതർ. ഇവരെല്ലാം വിശുദ്ധൻ്റെ നൊവേനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിൽ കിടക്കുന്ന സ്വർണമാല ലൂയിസിൻ്റെ മകൻ ഡോക്ടർ വില്യമിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ചെയിനായിരുന്നു. ചെറുപ്പകാലത്ത് വിശുദ്ധനോട് പ്രാർത്ഥിച്ച് ഫലം സിദ്ധിച്ചതിൻ്റെ പേരിൽ നന്ദി സൂചകമായി അദ്ദേഹം വിശുദ്ധൻ്റെ രൂപത്തിൽ അത് ചാർത്തി. ഇത്തരം ചരിത്ര സത്യങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നൊവേന പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ നേതൃത്വം ഡൊമിനിക് ചിറയത്തച്ഛൻ ഏറ്റെടുത്തു. പാതുവായിലെ ചൊവ്വാഴ്ച ആചരണം ഇവിടെ കിഴക്കിൻ്റെ പാതുവയായ ചെട്ടിക്കാട് ദേവാലയത്തിൽ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. ജാതി മതഭേദമന്യേ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ
വിശുദ്ധനോട് പ്രാർത്ഥിച്ചപേക്ഷിച്ചാൽ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധ്യമാകുമെന്ന് ബോധ്യമായ എത്രയോ സംഭവങ്ങൾ. ആദ്യമായി ചിറയത്തച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചേന്നമംഗലത്തുള്ള ഒരു നായർ സ്ത്രീയുടെ സാക്ഷ്യപത്രമായിരുന്നു. കുഷ്ഠരോഗം ബാധിച്ച ഈ സ്ത്രീ പുണ്യവാനോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിന് കിട്ടിയ അനുഗ്രഹം. അവർ രോഗവിമുക്തയായ അക്രൈസ്തവയായ ആ സ്ത്രീക്കുണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ പുണ്യവാന്റെ ദിവ്യശക്തിയെക്കുറിച്ച് അച്ഛന് ഏറെ മതിപ്പുണ്ടായി. തുടർന്നുണ്ടായ അത്ഭുതങ്ങളും സാക്ഷ്യപത്രങ്ങളും. അന്ന് വരാപ്പുഴ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കേളന്തറ പിതാവായിരുന്നു. ചെട്ടിക്കാട് ദേവാലയത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ഡൊമിനിക് അച്ഛൻ പിതാവിനെ ധരിപ്പിച്ചു. രൂപതാ മേലധ്യക്ഷൻ്റെ താൽപ്പര്യപ്രകാരം 1975 ജനുവരി 7 പാതുവായിൽ നിന്നും കൊണ്ടുവന്നതായ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ചെട്ടിക്കാട് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഇതോടെ നിത്യനൊവേന നടത്താനുള്ള ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു. ക്രാന്തദർശിയായ ഡൊമിനിക് ചിറയത്തച്ഛൻ്റെയും ഇടവക്കാരുടെയും ശ്രമഫലമായി 12 ഏക്കറോളം ഭൂമി പള്ളിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. പുതിയ ദേവാലയം മനോഹരമായി നിർമ്മിക്കുന്നതിലും ഡൊമിനിക് അച്ഛൻ്റെ അശ്രാന്തമായ പരിശ്രമം ശ്രദ്ധേയമായിരുന്നു. 1997 ഒക്ടോബർ 20 അഭിവന്യരായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ കോർണേലിയസ് ഇലിഞ്ഞിക്കലും കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലും ചേർന്നാണ് പുതിയ ദേവാലയ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഇതോടനുബന്ധിച്ച് നിർമ്മിച്ചതായ മണിമാളിക, 2 നിലയുള്ള വൈദിക ഭവനം, 2 നിലകളുള്ള സാധുജന സഹകരണ സംഘം കെട്ടിടം, 2 നില പാരിഷ് ഹാൾ, സെൻറ് മേരീസ് ചാപ്പൽ പ്രസ്തുത കെട്ടിട സമുച്ചയങ്ങൾ ദേവാലയത്തിനേറെ പ്രൗഢി നൽകുന്നു. ഇടവക്കാരുടെയും ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയുടെ ഫലമായി വിശുദ്ധൻ വഴി ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം. 24 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം യാത്ര പറഞ്ഞിറങ്ങുന്ന ഡൊമിനിക് ചിറയത്തച്ഛനെ ഈ മണ്ണിനും മനുഷ്യർക്കും മറക്കാൻ കഴിയുന്നതെങ്ങനെ? പിന്നീട് വന്നതായ വികാരിമാർക്കും സഹവികാരിമാർക്കും ചിറയത്തച്ഛൻ കൊളുത്തിയ ദീപം ഏറെ മാർഗദർശനം നൽകുന്നു. വിശുദ്ധൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക ദേവാലയം ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രമാണ്. വിശുദ്ധൻ്റെ തിരുവസ്ത്ര ശേഷിപ്പും ഈ ദേവാലയത്തിൽ പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധൻ്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ദേവാലയവും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രമാണെന്നറിയുന്നതിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് അഭിമാനം കൊള്ളാം. ദേവാലയത്തിലെ അത്ഭുത കിണറും വിശുദ്ധൻ്റെ സാന്നിധ്യവും. ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു കിണർ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. പരിഭാവനമായ ഈ കിണറിലെ തെളിനീരിനും ദിവ്യശക്തിയുണ്ട്. ഈ കിണറ്റിലെ ജലം കോരിക്കുടിക്കുന്നവർ രോഗസൗഖ്യം പ്രാപിക്കുന്നു. ചൊവ്വാഴ്ച നൊവേനകളിൽ പങ്കെടുക്കാനെത്തുന്നവർ വിശുദ്ധജലം കുപ്പികളാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. 1941 നടന്നതായ ഒരു സംഭവം. പ്രസ്തുത കിണറ്റിലെ വെള്ളം കോരി വിശുദ്ധ അന്തോണീസ് ഉണ്ണീശോയെ കുളിപ്പിച്ചു കൊണ്ടുപോകുന്നതായ ദിവ്യദർശനം. ഈ അത്ഭുത കിണറിനും അതിൻ്റേതായ പരിഭാവനത്വം തീർത്ഥാടകർക്ക് ദർശിക്കാൻ കഴിയുന്നു. ദിവ്യകാരുണ്യത്തോട് വിശുദ്ധനുള്ള പ്രതിപത്തി ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെ വന്ന് മാനസാന്തര അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ മറ്റൊരു പ്രാധാന്യം കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണ് നേർച്ചയാണ്. വിശുദ്ധൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഉണ്ണീശോയെ, അത്യധികം സ്നേഹിച്ച വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ കുഞ്ഞിനെയും അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമേ. ഈ നേർച്ച വഴിയായി ഞങ്ങളുടെ കുഞ്ഞിനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. വിശുദ്ധൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ആൻ്റണി എന്ന നാമധേയം നൽകാനും മാതാപിതാക്കൾ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ അടിമസമർപ്പണ നേർച്ചയും നടന്നു വരുന്നു. വിശുദ്ധൻ്റെ വെളിച്ചെണ്ണയ്ക്ക് പോലും അത്ഭുത സിദ്ധിയുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുലാഭാര നേർച്ച നടത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. മറ്റൊരു വസ്തുത, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനും തിരിച്ചു ലഭിക്കുവാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഏറെ സഹായകരമാകുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 8-നും 10:30-നും വൈകിട്ട് 3-നും 5-നും 6:30-നും ദിവ്യബലിയും നൊവേനയും ആരാധനയുമുണ്ട്. ഭക്തജനങ്ങളുടെ ബാഹുല്യം ഈ 5 നൊവേനകളിലും അനുഭവപ്പെടുന്നു. റോഡ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനപ്രവാഹം, തിങ്ങി ഞെരുങ്ങി മുന്നോട്ടു പോകുന്ന വിവിധതരം വാഹനങ്ങൾ,
പുണ്യവാന്റെ കൃപ കൊണ്ട് കാര്യമായ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങളുടെ ആവശ്യം പുണ്യവാനെ അറിയിക്കാൻ ആർക്കും ഒരു മടിയുമില്ല. പുണ്യവാനോടുള്ള വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കുത്തിക്കുറിച്ച് നിക്ഷേപിക്കുന്ന അപേക്ഷകൾ തിരുസ്വരൂപത്തിന് തൊട്ടടുത്തുള്ള അപേക്ഷപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കുള്ള ദിവ്യബലി സമയത്ത് വിശുദ്ധൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചതായ അപേക്ഷകൾ നിറവേറ്റണമെന്നുള്ള പ്രാർത്ഥനയും നടത്തി വരാറുണ്ട്. ചൊവ്വാഴ്ച ദിനങ്ങളിലെ നൊവേന സമയത്ത് വായിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ കേൾക്കുമ്പോൾ ഏവരുടെ മനസ്സിലും വിശുദ്ധൻ്റെ നാമം ഉരുവിടുന്നു. ഒരു നിമിഷം നമുക്ക് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.